നമസ്കാരം, ഐശ്വര്യയാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ സിനിമാ താരം കവിയൂർ പൊന്നമ്മയമ്മ നിര്യാതയായി അല്ലേ. നമ്മൾ വർഷങ്ങളായിട്ട് സിനിമയിലൊക്കെ കാണുന്നതാണ്. എല്ലാ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം അറിയാവുന്ന ഒരാളാണ് കവിയൂർ പൊന്നമ്മ. കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കരുതിയിരുന്ന മോഹൻലാലിൻ്റെ സ്വന്തം ആണെന്നാണ്. ഈ സിനിമ കണ്ടിട്ട് നമ്മൾ പറയുന്നത് മോഹൻലാലിൻ്റെ അമ്മയെ അഭിനയിച്ച സിനിമ എന്നായിരുന്നു. കാരണം മോഹൻലാലിനെയും അമ്മയും അവരുടെ അഭിനയവും ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര സിങ്കാണ്. ഒട്ടുമിക്ക നടന്മാരുടെ എല്ലാം അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ ഇഷ്ടമാണല്ലേ ആ അമ്മയെ കാണാൻ, അമ്മയായിട്ട് അഭിനയിക്കുന്നത് കാണാൻ മറ്റെല്ലാവരിൽ നിന്നും സംതിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മരണ വാർത്തയൊക്കെ കേട്ടപ്പം സങ്കടം തോന്നി. നല്ല കലാകാരിയല്ലേ, അവരൊന്നും മരിക്കുന്നില്ല. കാരണം അവർ നമ്മൾ ഈ ഇനിയും ഉള്ളിടത്തോളം കാലം ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ഇത് കവിയൂർ പൊന്നമ്മയാണെന്ന് വരും തലമുറകൾ തിരിച്ചറിയുകയും എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. കാര്യം അത്രയ്ക്കും ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടാണ് കവിയൂർ പൊന്നമ്മ നിര്യാതയായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേളയിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നോ, ഈ അമ്മയ്ക്കൊരു ഒരു മകളേ ഉള്ളൂ. ആ മകളുടെ പേര് ബിന്ദു എന്നാണ്. ആ മകൾ ഈ അമ്മയുടെ മരണശേഷം കാണാൻ കൂടി വന്നിട്ടില്ല. അതിന് മുൻപ് എപ്പോഴും ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒന്ന് കണ്ടിട്ട് പോയി, അത്രമാത്രം. നമ്മൾ ഓരോരുത്തരും, നമ്മൾക്കും എനിക്കും നിങ്ങൾക്കും എല്ലാം, നമ്മളെല്ലാവരും മരണപ്പെടും. അതിലേക്കുള്ള ഓട്ടമാണ് നമുക്ക് ദൈവം ജനിച്ചപ്പോൾ നമുക്ക് ജന്മം നമ്മൾ പുറത്ത് ജനിച്ച സമയത്തൊരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ ഇങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് ബോധ്യമുണ്ടെങ്കിലും നമുക്ക് പരസ്പരം ദേഷ്യവും അങ്ങനെ പല വികാരങ്ങളും മനുഷ്യനിലുണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായതുകൊണ്ടായിരിക്കും അതിൻ്റെ വേദന നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നത്. നിങ്ങളും ഞാനും ആരും ആയിക്കോട്ടെ, ഒരിക്കലും നിങ്ങളുടെ അമ്മയെ അതിലും വലിയ സത്യവും ദൈവമൊന്നും ഇല്ലല്ലോ. സ്വന്തം അമ്മയുടെ മരണം കഴിഞ്ഞിട്ട് അവരെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവരോളം പാപികളായ മക്കൾ വേറെ ഇല്ല എന്ന് ഞാൻ പറയും. മനഃപൂർവ്വം സാഹചര്യങ്ങളുടെ ഇതുകൊണ്ട് പല മക്കൾക്കും കാണാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്വന്തം ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുമെന്നേ. മരിച്ചാലും അതൊന്നും വിടാത്ത മക്കളെയൊക്കെ മക്കളായിട്ട് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പെറ്റ വയറല്ലേ, മുലപ്പാൽ ഊട്ടി വളർത്തിയതല്ലേ. എന്താണെങ്കിലും ഓരോ അമ്മമാരെ കുറ്റം പറയുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കവിയൂർ അമ്മയുടെ മകൾ പറയുന്നത് അവരെ പാല് കൊടുത്തിട്ടില്ല, അവരെ നോക്കിയിട്ടില്ല, അവരെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അവരുടെ വയറ്റിന് വേണമെങ്കിൽ അവരുടെ വയറ്റിലോട്ട് വല്ലതും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ജോലിക്ക് പോയേ പറ്റുള്ളൂ. ആ കുടുംബത്തിന് കഴിയണം എന്നുണ്ടെങ്കിൽ, അവിടുത്തെ 7-8 അംഗങ്ങൾക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ, മാമ ഉണ്ണണമെങ്കിൽ അവർ പോയേ പറ്റുള്ളൂ. ചെറുപ്പത്തിൽ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ വളർന്നു കഴിഞ്ഞിട്ടും ഒരു മക്കളത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ എത്ര കഷ്ടമാണത്. ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങളെന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു 100 മക്കളുണ്ടായിക്കോട്ടെ, 50 മക്കളുണ്ടായിക്കോട്ടെ, എല്ലാ അമ്മമാർക്കും കാണാൻ കൂടെയുള്ള മക്കളെക്കാളും ഇഷ്ടം കാണാൻ പറ്റാത്തതും ദൂരത്ത് നിൽക്കുന്ന മക്കളെയാണ്. എത്രയൊക്കെയാണെങ്കിലും ഒരിക്കലും അമ്മ എന്ന സത്യത്തെ ആരെതിർത്ത് പറഞ്ഞാലും ഒരിക്കലും അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരുപാട് മക്കളുണ്ട്. നിങ്ങളുടെ മനസ്സിനോട് ആഴത്തിൽ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ അമ്മയോളം സ്നേഹിച്ച മറ്റൊരാളും ഉണ്ടാവുകയില്ല. സത്യമാണ്. നമ്മൾ ചെയ്യുന്ന എന്ത് തെറ്റും ക്ഷമിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മുടെ അമ്മയ്ക്ക്. നമ്മുടെ എത്ര വലിയ തെറ്റുകളെ ന്യായീകരിക്കുന്ന ഏക വ്യക്തി നമ്മുടെ അമ്മയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഒരാണൊരു മോശം കാണിച്ചാൽ ഭാര്യയെ ഉറപ്പായിട്ടും അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളന്ന് നമ്മുടെ അഭിപ്രായം പറയും, അല്ല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എത്രയോ ഭാര്യമാർ സമൂഹത്തിൻ്റെ മുന്നിൽ ഭർത്താവിനെ വലിച്ച് കീറി ഒട്ടിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ഒരമ്മ അങ്ങനെ ചെയ്യില്ല. അമ്മ അവിടെയും മകൻ്റെ ആ തെറ്റുകളെ മറച്ചു വെച്ച് അവരെ നന്നാക്കാൻ നോക്കും. മകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണല്ലോ. അപ്പം ഈ മുലപ്പാൽ തന്ന് വേദനയെടുത്ത് പ്രസവിച്ച് നോക്കിയ അമ്മയെ മരണത്തിലും അവരുടെ രോഗത്തിൻ്റെ അവസ്ഥയിലും നോക്കാത്ത മക്കളുടെ അവസ്ഥ ഭീകരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ. പിന്നെ ഒരു കാരണവശാലും സാഹചര്യങ്ങൾ കൊണ്ട് ഒരു നിവൃത്തിയുമില്ല, ഹൃദയം പൊട്ടി നിൽക്കുന്ന ചില മക്കളുണ്ടാകും. ആ മക്കളെയല്ല ഞാൻ ഒരിക്കലും പറയുന്നത്.
എന്നാലും നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ചില സാഹചര്യങ്ങളുടെ എന്ത് സാഹചര്യങ്ങളെയും നമ്മൾ ഓവർകം ചെയ്ത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റണം. തീർച്ചയായിട്ടും പറ്റണം. ഭാര്യയുടെ വാക്കുകൾ കേട്ട് അമ്മയെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അമ്മയെ നോക്കാത്ത ഒരുപാട് അമ്മക്കളുണ്ട്. അവരൊന്ന് കരുതി വെച്ചിട്ടുണ്ടോ, നീ ഒരു കുപ്പായം തുന്നി വെച്ചോ, നിനക്കുള്ള കുപ്പായം തുന്നി വെച്ചോ, നീയും ഉടനെ തന്നെ ഈ അവസ്ഥയിലെത്തുമെന്ന് മറക്കണ്ട, ഉറപ്പാണ്. അപ്പം പറയും എൻ്റെ ഭാര്യയോട് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു. എന്താണെങ്കിലും ഭാര്യയുടെ പ്രായമല്ലല്ലോ അമ്മയ്ക്ക്. അമ്മേനോട് നിനക്ക് ക്ഷമിച്ചുകൂടെ? അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ചീത്ത പറഞ്ഞാലും എല്ലാവരും പറയും ഇതൊക്കെ എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്നേ, കുറേയൊക്കെ. ഒരുപാടൊന്നും നമ്മൾ ദൈവങ്ങളൊന്നുമല്ല. ഇപ്പോൾ എന്ത് കാണിച്ചാലും നമുക്ക് മറക്കാനും പൊറുക്കാനും ഒന്നും പറ്റിയെന്ന് വരില്ല. കുറേയൊക്കെ പറ്റും. നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരിക്കലും ഭർത്താവിന് വേണ്ടി അമ്മയെ തള്ളിക്കളയരുത്. ഭർത്താവിന് ഇഷ്ടമില്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നോക്കാതിരുന്നാൽ നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തി ഏറ്റവും വലിയ പാപമാണ്. ഒടുക്കം നിങ്ങളുടെ മക്കൾ നോക്കാൻ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾ അടുത്തുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ അടുത്തുള്ള സാഹചര്യത്തിലല്ലായിരിക്കും നിങ്ങളുടെ അന്ത്യം. കാരണം നിങ്ങളുടെ അമ്മ പോയപ്പോഴേ അവരൊരുപാട് വേദനിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ, ഒന്ന് തൊട്ടിരുന്നെങ്കിൽ, ഒരിറ്റ് വെള്ളം തന്നിരുന്നെങ്കിൽ, പോട്ടമ്മേ മാറും അമ്മയെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഇതെനിക്കും നിങ്ങൾക്കും എല്ലാം ബാധകമാണ്. നമ്മളെക്കൊണ്ട് ഒരുപാടൊന്നും പറ്റില്ല. 100% എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമ്മൾ ദൈവമൊന്നുമല്ല, നമ്മൾ സാധാരണ മനുഷ്യരാണ്. പക്ഷെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും സ്വന്തം അമ്മയുടെ കാര്യത്തിൽ നിങ്ങൾ മാറി നിൽക്കരുത്. ഒരമ്മ ഒരു കുഞ്ഞിന് ആരും കാണിച്ചൊന്നും കൊടുക്കണ്ടെന്നേ. കാണിച്ചു കൊടുക്കാതെ തന്നെ ആ കുഞ്ഞ് പറയും അതെൻ്റെ അമ്മയാണെന്ന്. കാരണം അതാണ് അമ്മയും ഒരു കുഞ്ഞ്. നമ്മുടെ അച്ഛനെ നമ്മളൊക്കെ കാണിച്ചു തരുന്നവരാ അമ്മ. മോനെ മോളെ ദേ അതാണ് അച്ഛൻ, ദേ അച്ഛൻ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ അമ്മയെ നമുക്ക് നിൻ്റെ അമ്മയെന്ന് ആരും പറഞ്ഞു തരണ്ട. കാരണം പെറ്റന്ന് മുതൽ ആ ചൂടറിഞ്ഞാണ് നമ്മൾ. ആ വയറ്റിലും ആ മണവും ചൂടും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്താ ഇതൊക്കെ എല്ലാവരും മറന്നു പോകുന്നത്? ആ കവിയൂർ പൊന്നമ്മ അമ്മയുടെ കാര്യം പറഞ്ഞാൽ അവരെ കല്യാണം കഴിച്ചു വിട്ടത് ആ അമ്മയാണ്. കോടികൾ കൊടുത്ത് സ്വന്തം ആങ്ങളയുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. നല്ല രീതിയിൽ അമേരിക്കയിൽ ജീവിക്കുന്നു. നമ്മ സ്നേഹിച്ചിട്ടില്ല പോലും. അവൾ നല്ലൊരു ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ അമ്മയുടെ വിയർപ്പാണെന്ന് ചിന്തിക്കുന്നില്ല. 8 മാസം കൊടുത്ത മുലപ്പാലിന് വിലയില്ല. 8 മാസമേ കൊടുത്തിട്ടുള്ളൂ. എന്താ അല്ലേ? അതുകൊണ്ട് മരിച്ചപ്പോൾ അമ്മ അവസാനം കാണാൻ വന്നില്ല. ഓരോ കുടുംബങ്ങളിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും മക്കൾക്ക് അമ്മയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ ചില ആൾക്കാരുണ്ടാവും. അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ കൊണ്ട് ചിലർക്ക് അകൽച്ചകളൊക്കെ ഉണ്ടാകും. പക്ഷെ ആരും ഒരിക്കലും നിങ്ങളുടെ അമ്മയുടെ ഇടയ്ക്ക് ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ലെന്നേ. എന്തിനാണ് ഇടനിലക്കാർ? നിങ്ങളുടെ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണെങ്കിൽ അവരെ എവിടെയാണെങ്കിലും അവിടെ വന്ന് കാണാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഏത് വലിയ മതിലുകളും പൊളിച്ചിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അമ്മയാണ്. ചിലരുണ്ട് അമ്മ വയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ സമയമില്ല. എനിക്ക് എൻ്റെ കുട്ടികളെയും കുടുംബത്തെ നോക്കണ്ടേ? എവിടെ നിന്നുണ്ടായി നിങ്ങൾക്ക് ഈ കുട്ടികളും കുടുംബവും? ഈ കുട്ടികളും വലുതാവും. നിങ്ങളും ഈ അവസ്ഥയിലെത്തും. നിങ്ങളെ ആര് നോക്കും? ഇവർ നോക്കുമോ? എഴുതി വെച്ചോ? ഉണ്ടാവില്ല. നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്കതിനുള്ള സാഹചര്യം ദൈവം കൊടുക്കില്ല. കർമ്മ. നമ്മൾ ആരോട് തെറ്റ് ചെയ്താലും ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവം എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മളെ വെറുതെ വിട്ടു എന്നായിരുന്നു വിചാരിക്കാം. പക്ഷേ പെറ്റമ്മയുടെ കാര്യത്തിൽ അതില്ല കേട്ടോ. അതില്ല. പെറ്റമ്മയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കോടതിയിൽ ഒരു നൂലിൻ്റെ പോലും ഇളവ് നമുക്ക് ലഭിക്കില്ല. ഞാനിത് എല്ലാവരെയായിട്ട് എനിക്കത് കേട്ടപ്പോൾ ഇന്ന് സങ്കടം തോന്നി. കുറേ ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. എങ്ങനെ പറ്റുന്നു? ജീവിതത്തിൽ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി മറ്റെന്തിനേയും കളയുന്നവരാണ് ഏറ്റവും നല്ല മക്കളെന്ന് ഞാൻ പറയും. മക്കളെ കൊല്ലുന്ന അമ്മമാരുണ്ട്, അമ്മയെ കൊല്ലുന്ന മക്കളന്മാരുമുണ്ട്. മക്കളെ കൊല്ലുന്ന അമ്മമാരെന്ന് എനിക്കറിയില്ല അതിൻ്റെ ആ ചേതോവികാരം. അപ്പോൾ അങ്ങനെ എടുത്ത് കാണിക്കുന്നവരുണ്ടാവാതിരിക്കാം. 100-ൽ 1-2 സ്ത്രീകൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാം. അവരെ അമ്മയാണോ? എനിക്കറിയില്ല. പെറ്റമ്മയ്ക്ക് അതിന് പറ്റില്ലെന്നേ. പെറ്റമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു
വേറൊരു ലെവലാണ്. അത് സ്പീച്ച്ലെസ്, നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു പൂർണ്ണതയുടെ അങ്ങേയറ്റമാണ് അമ്മ. നമുക്ക് അമ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാമാണെന്ന് പറഞ്ഞാലും തീരില്ല. ഈ ലോകമാണ്, എൻ്റെ സ്വപ്നമാണ്, എൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞാലും ഒന്നും തീരില്ല. അതിനൊക്കെ അപ്പുറത്താണ്. നിന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിൻ്റെ അമ്മയാണ്. ആ അമ്മയുടെ അവസാന നാളുകളിൽ അമ്മയോടൊപ്പമോ അവരെ നോക്കാനോ അവരെ അന്ത്യം സമയത്ത് അവരെ ഒന്ന് വന്ന്, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും മണിക്കൂറുകളോളം നമുക്കറിയാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. സത്യം ആണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെവി കേൾക്കാനും അറിയാനും പറ്റുമെന്ന് പറയുമ്പോൾ ആ ശരീരം, പ്രതികരിക്കാൻ പറ്റാത്ത ആ ശരീരം ആഗ്രഹിക്കുന്നത് നിങ്ങളെയായിരിക്കും, നിങ്ങളുടെ സാമീപ്യമായിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കൂ. സ്വന്തം അമ്മ മരിച്ചു പോയിട്ടുള്ള മക്കൾ, കാണാൻ പറ്റാത്ത മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അമ്മ ആ കിടന്നപ്പോൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ സാമീപ്യമായിരുന്നു. ചിലപ്പം ആ ബോഡി, ആ ശരീരം ആ വീട്ടിൽ വെച്ച് ഉണ്ടായിരുന്ന അത്രയും സമയം കാത്തിരുന്നത് എൻ്റെ മകളല്ലേ മകൻ വരും എന്നായിരിക്കും. നിങ്ങൾ വരാതെ നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ എത്ര ഇതായിരിക്കും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ആ അവസ്ഥയൊക്കെ. പ്രാക്ടിക്കൽ അല്ലായിരിക്കാം, ചിലപ്പോൾ ഈ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കാം, ഈവൻ ഉണ്ടാവാമായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിലോ, മരിച്ചു കിടക്കുന്ന ശരീരത്തിന് കേൾക്കാനും കാണാനും പറ്റുമെങ്കിലോ, നിങ്ങൾ വന്നിട്ടില്ല എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ, അവർ പോയത് എത്ര വേദനയോട് കൂടിയായിരിക്കും. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ജോലി ചെയ്താൽ പൈസ ഉണ്ടാക്കാമെന്നേ. ഇപ്പം നമ്മുടെ അമ്മയെ കാണണ്ട എന്ന് പറയുന്ന ബന്ധങ്ങൾ എന്ത് ബന്ധമാണ്? അങ്ങനെ പറയുന്നൊരു ഭർത്താവ് അല്ലെ ഒരു ഭാര്യ, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നോക്കരുത്, അവർക്കൊന്നും കൊടുക്കരുതെന്ന്. അതെന്ത് ഭാര്യ? അവളൊരിക്കലും ആത്മാർത്ഥതയുള്ളൊരു ഭാര്യയല്ല. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം, നന്നായിട്ടുണ്ടായിട്ടുണ്ടാവാം. അവളുടെ അമ്മ അവളെ അടിച്ചാൽ അവൾ ക്ഷമിക്കില്ലേ? അല്ലെങ്കിൽ തിരിച്ചടിക്കുമോ? പിന്നെ ഭർത്താവിൻ്റെ അമ്മ ചെയ്താൽ, നമുക്കിപ്പം ഭർത്താവിൻ്റെ അമ്മ ചെയ്താൽ നമുക്ക് മുന്നിലൊരു ഓപ്ഷനുണ്ട്. നമ്മുടെ സങ്കടം മൊത്തം നമ്മുടെ ഭർത്താവിനോട് പറയുക, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അവിടെ തീർക്കുക. എന്ന് കരുതി ആ ബന്ധത്തിൽ ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്യരുത്. അപ്പം എല്ലാവരും സ്വന്തം അമ്മയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക. അവസാന ഘട്ടങ്ങളിൽ സ്വന്തം അമ്മയുടെ കൂടെ ഉണ്ടാവാൻ ശ്രമിക്കുക. അതല്ലേ നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ?